ആരോഗ്യമേഖലയെ കരിവാരിത്തേക്കാൻ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് നമ്മളെല്ലാം കണ്ടല്ലോ. അതിന് ബഹുമാന്യായ മന്ത്രി മറുപടിയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. UDF കാലത്തെ ആശുപത്രികൾ എങ്ങനെയായിരുന്നുവെന്ന് ഓർക്കുന്നുണ്ടാവുമല്ലോ. അന്ന് ആരോഗ്യരംഗം തന്നെ വെന്റിലേറ്ററിലായിരുന്നു. ഡോക്ടർമാർ, മരുന്നുകൾ, അവിടെ ആവശ്യമായ മറ്റ് സജ്ജീകരണങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന പൊതുജനാരോഗ്യ സംവിധാനം. അന്നത്തെ ശോചനീയാവസ്ഥ ആർക്കും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. സർക്കാർ മേഖലയിൽ ആരോഗ്യരംഗം കുത്തഴിഞ്ഞ അവസ്ഥയായിരുന്നു. അതിൻ്റെ ഫലം സ്വകാര്യ മേഖലയിൽ കടുത്ത ചൂഷണവും. LDF 2016 അധികാരത്തിൽ വന്നപ്പോൾ ആർദ്രം മിഷനിലൂടെ ശ്രമിച്ചത് ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഗണ്യമായ തോതിൽ വർദ്ധിപ്പിക്കാനാണ്. ആരോഗ്യമേഖലയിൽ ആവശ്യമായ തസ്തികകൾ സൃഷ്ടിച്ചു, മരുന്ന് ക്ഷാമം ഇല്ലാതാക്കി, സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. ഇപ്പോൾ 688 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ യാഥാർത്ഥ്യമായി. ബാക്കിയുള്ളവ പെട്ടെന്ന് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. UDFൻ്റെ കാലത്ത് 2016 ആരോഗ്യ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം 665 കോടി രൂപയായിരുന്നു. ഇതൊരു ഓർമ്മക്കൊന്ന് കുറിച്ച് വെക്കുന്ന നല്ലതാണ്. LDFൻ്റെ കാലത്ത് കൊടുക്കുന്നത്. ഇപ്പോഴത് 665 സ്ഥാനത്ത് 2800 കോടിയോളം രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ പറഞ്ഞു പ്രതിവർഷം 1600 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകി നമ്മുടെ രാജ്യത്ത് തന്നെ കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്.